നമസ്കാരം, സിഡ്നി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. CITU ജില്ലാ സമ്മേളനം 19, 20 തീയതികളിലായി കാസർകോട്ട് നടക്കും. സമ്മേളനത്തിന് മുന്നോടിയായി കാഞ്ഞങ്ങാട്ട് സെമിനാർ സംഘടിപ്പിച്ചു. ഇടതുമുന്നണി സർക്കാരിന്റെ തെറ്റായ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ യുവമോർച്ചയുടെ വേറിട്ട പ്രതിഷേധം. കളക്ടറേറ്റ് പടിക്കൽ പ്രതിഷേധ പൂക്കളമിട്ടു. BJP ദേശീയ കൌൺസിൽ സമ്മേളനം 23 മുതൽ 25 വരെ തീയതികളിലായി കോഴിക്കോട് വെച്ച് നടക്കും. സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗൃഹസമ്പർക്കം തുടങ്ങി. KSTA ശില്പശാല കാഞ്ഞങ്ങാട്ട് സമാപിച്ചു. ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ശില്പശാല സംഘടിപ്പിച്ചത്. പാഴ്വസ്തുക്കൾക്ക് ഏർപ്പെടുത്തിയ നികുതി പിൻവലിക്കണം. ഓൾ കേരള സ്ക്രാപ്പ് ഡീലേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ കൺവെൻഷൻ സമാപിച്ചു. ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായി കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. സമദൃഷ്ടി ക്ഷമതാ വികാസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി നടന്നത്. ജില്ലയിൽ തീവണ്ടികൾക്കു നേരെയുള്ള അക്രമങ്ങൾ തുടർക്കഥയാവുന്നു. ബേക്കലിൽ വീണ്ടും തീവണ്ടികൾക്ക് നേരെ കല്ലേറ്. വാർത്തകൾ വിശദമായി. വർഗീയത ശക്തിപ്പെടുന്നത് തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളെ ക്ഷീണിപ്പിക്കുമെന്നും അതുകൊണ്ട് തന്നെ വർഗീയതയ്ക്കെതിരെ പോരാട്ടം തൊഴിലാളികൾ ഏറ്റെടുക്കണമെന്നും അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ കാസർകോട്ട് വെച്ച് നടക്കുന്ന CITU ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 19, 20 തീയതികളിലായി കാസർകോട്ട് വെച്ച് നടക്കുന്ന CITU ജില്ലാ സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടിയുടെ ഭാഗമായുള്ള സെമിനാർ കാഞ്ഞങ്ങാട്ട് നടന്നു. CITU സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ഗുരു ഉയർത്തിപ്പിടിച്ച സന്ദേശം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. അവരുദ്ദേശിക്കുന്ന വർഗീയ രീതിയിലുള്ള ചേരിതിരിവ് നടത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ സാധിക്കുന്നില്ല. അതിന് തടസ്സം നിൽക്കുന്നത് ഇടതുപക്ഷമാണ്. അതിന് തടസ്സം നിൽക്കുന്നത് നമ്മുടെ രാജ്യത്തെ തൊഴിലാളികളുടെ പ്രസ്ഥാനമാണ് എന്നുള്ളത് കൊണ്ട് അവരെ മുഖ്യ ശത്രുവായിട്ട് കാണുന്നത് നമ്മുടെ രാജ്യത്തിലെ തൊഴിലാളികളുടെ പ്രസ്ഥാനത്തെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയുമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കണം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജാതിരഹിത മതനിരപേക്ഷ സമൂഹത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള പ്രവർത്തനം അവരുടെ ഭാഗത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയേണ്ടതാണ്. ശ്രീനാരായണ ഗുരുവിന്റെ വിഖ്യാതമായിട്ടുള്ള വിളംബരത്തിന്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന സന്ദർഭമാണ്. നമ്മുടെ കേരളം അത് എല്ലാ തലത്തിലും. DV അമ്പാടി അധ്യക്ഷനായി. തുടർന്ന് വർഗീയതയ്ക്കെതിരെ വർഗ ഐക്യം എന്ന വിഷയത്തിൽ ഡോക്ടർ NP വിജയൻ പ്രഭാഷണം നടത്തി. AK നാരായണൻ, യൂത്തമ്പാൻ നായർ, KV രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇടതുമുന്നണി സർക്കാരിന്റെ തെറ്റായ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പൂക്കളമിട്ടു. കളക്ടറേറ്റ് പടിക്കലാണ് യുവമോർച്ച പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. കേരളത്തിന്റെ ദേശീയ ഉത്സവമായ ഓണത്തെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം വ്യാപകമായി നിരോധിക്കുന്ന പ്രവണതയാണ് കണ്ടുവരുന്നത്. ഇതിനെതിരെയാണ് യുവമോർച്ച ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് പടിക്കൽ പൂക്കളമിട്ട് പ്രതിഷേധിച്ചത്. കേരളത്തിലെ എല്ലാ കളക്ടറേറ്റ് പടിക്കലും ഇത്തരം പ്രതിഷേധ പരിപാടികൾ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട്. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് PR സുനിൽ, ജില്ലാ ജനറൽ സെക്രട്ടറി ധനഞ്ജയൻ മധൂർ, K രാജേഷ് കൈന്താർ, യുവമോർച്ച ജില്ലാ സെക്രട്ടറിമാരായ KV മഹേഷ്, പ്രമീള, വിനോദ്, അഞ്ജു ജോസ്, അവിനാഷ് റൈ, ഹരീഷ് ഗോസാഡ, പ്രദീപ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് പിണറായി സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും കാലാകാലങ്ങളായി ആഘോഷിക്കുന്ന ഓണത്തെ ഇല്ലായ്മ ചെയ്യാനാണ് ഇവരുടെ ശ്രമമെന്നും നേതാക്കൾ പറഞ്ഞു. കേരളത്തിന്റെ ദേശീയോത്സവമായിട്ടുള്ള ഓണത്തെ പിണറായി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം വ്യാപകമായി സർക്കാർ കേന്ദ്രങ്ങളിൽ നിരോധിക്കുന്ന തരത്തിലുള്ള പ്രവണതയാണ് കാണുന്നുള്ളത്. ഇതിനെതിരെ പിണറായി സർക്കാരിൻ്റെ ഈ തെറ്റായിട്ടുള്ള നയങ്ങൾക്കെതിരെയായിട്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായാണ് യുവമോർച്ച കേരളത്തിൽ വ്യാപകമായി സർക്കാർ കേന്ദ്രങ്ങളിൽ, കളക്ടറേറ്റുകൾ പോലെയുള്ള സർക്കാർ കേന്ദ്രങ്ങളിൽ വ്യാപകമായും ഓണപ്പൂക്കളവും അതുപോലെ തന്നെ നിലവിളക്ക് തിരി തെളിയിച്ച് ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുള്ളത്.
പിണറായി വിജയൻ്റെ ഈ തെറ്റായ നയങ്ങൾ കേരളത്തിൻ്റെ ദേശീയോത്സവമായിട്ടുള്ള ഓണത്തെ നിരോധിക്കുവാനുള്ള ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടി, ന്യൂനപക്ഷ വോട്ട് ബാങ്കിന് വേണ്ടി ഇത്തരത്തിലുള്ള തെറ്റായ നയങ്ങൾ എത്രയോ വർഷക്കാലമായി ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കുകയാണ്. സെപ്റ്റംബർ 23 മുതൽ 25 വരെ തീയതികളിലായി കോഴിക്കോട്ട് വെച്ച് നടക്കുന്ന BJP ദേശീയ കൌൺസിൽ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗൃഹസമ്പർക്ക പരിപാടി നടന്നു. സെപ്റ്റംബർ 23 മുതൽ 25 വരെ തീയതികളിലായി കോഴിക്കോട്ട് വെച്ച് നടക്കുന്ന BJP കൌൺസിൽ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥമാണ് കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗൃഹസമ്പർക്ക പരിപാടി നടന്നത്. പൗരപ്രമുഖൻ കാഞ്ഞങ്ങാട്ടെ വേണുഗോപാലൻ നമ്പ്യാരുടെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിന് ലഘുലേഖ കൈമാറി BJP ജില്ലാ ജനറൽ സെക്രട്ടറി A. വേലായുധൻ ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ പ്രചരണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് N. മധു, കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് E. കൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി M. ബൽരാജ്, സുനിൽകുമാർ, HR ശ്രീധരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മതേതര ആശയങ്ങൾ മോദി ഭരണത്തിൽ അടിച്ചമർത്തപ്പെടുന്നതായി കോൺഗ്രസ് നേതാവ് AP അബ്ദുള്ളക്കുട്ടി 7-ാം മൈൽ സംഘടിപ്പിച്ച കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർത്തിയ മതേതര ആശയങ്ങൾ മോദി ഭരണത്തിൽ ഇല്ലാതായതായി AP അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. കോടമ്പള്ളൂരിലെ 44-ാം കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റി 7-ാം മൈൽ കായലെടുക്ക് നടത്തിയ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ അതുപോലെ 100-ലധികം കണ്ടോൺമെന്റ് ബോർഡുണ്ട്. ആ കണ്ടോൺമെന്റ് ബോർഡിലേക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ബോർഡിലും ജയിച്ചത് കോൺഗ്രസ്സാണ്. അതിൽ കണ്ണൂരിലെ കണ്ടോൺമെന്റ് ബോർഡിൽ ഇടതുപക്ഷത്തിന് കെട്ടിവെച്ച രാഷ്ട്രീയത്തിൽ നമ്മൾ തൂത്തുവായി. അവിടെ 2-3 സീറ്റ് പണ്ട് ഇടതുപക്ഷം ജയിച്ചിരുന്നു, നമ്മൾ തൂത്തുവായി. വളരെ രസകരമായ കൗതുകകരമായ സംഗതി, ഈ കണ്ണൂർ മാത്രമല്ല UP ഒരു കണ്ടോൺമെന്റ് ബോർഡിലെ ഇലക്ഷനാണ്. സംഘാടക സമിതി ചെയർമാൻ V. നാരായണൻ വയമ്പ് അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജോഷി കണ്ടത്തിൽ, DCC ജനറൽ സെക്രട്ടറി PV സുരേഷ്, ബാബു കദളിമറ്റം, BP പ്രദീപ് കുമാർ, PU പത്മനാഭൻ നായർ, KV സുമേഷ്, KV കുഞ്ഞമ്പു, ഗോകുൽ ഇരിയ, രാജൻ B. ബാലൂർ, V. മധുസൂദനൻ ബാലൂർ തുടങ്ങിയവർ സംസാരിച്ചു. ബേക്കലിൽ വീണ്ടും തീവണ്ടികൾക്ക് നേരെ കല്ലേറ്. മംഗലാപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന മലബാർ എക്സ്പ്രസിന് നേരെയാണ് കല്ലേറുണ്ടായത്. മലബാർ എക്സ്പ്രസിന്റെ എഞ്ചിൻ ക്യാബിന്റെ ചില്ല് പൊട്ടി. കൊച്ചുവേളിയിൽ നിന്ന് ലോകമാന്യ തിലക് വരെ പോകുന്ന ഗരീബ് രഥിനു നേരെയും കഴിഞ്ഞ ദിവസം കല്ലേറുണ്ടായി. ഈ വണ്ടിയുടെ കമ്പാർട്ട്മെന്റിന് നേരെയാണ് കല്ലെറിഞ്ഞത്. 2 സംഭവം രാത്രി 8 മണിയോടെയാണ് നടന്നത്. വണ്ടി അല്പസമയം ഇവിടെ പിടിച്ചിട്ട ശേഷം റെയിൽവേ പോലീസ് തിരച്ചിൽ നടത്തിയെങ്കിലും ആരെയും കണ്ടെത്താനായില്ല. ഓഗസ്റ്റ് 20-ാം തീയതിയും സമാനമായ രീതിയിൽ ചെന്നൈ മെയിലിന് നേരെ കല്ലേറുണ്ടായിരുന്നു. ഈ സംഭവം ബേക്കൽ പോലീസും റെയിൽവേ പോലീസും അന്വേഷിക്കുന്നതിനിടയിലാണ് സമാനമായ സംഭവം നടന്നതെന്ന കാര്യം അധികൃതരെ ആശങ്കാകുലരാക്കിയിരിക്കുകയാണ്. പാഴ്വസ്തുക്കൾക്ക് ഏർപ്പെടുത്തിയ നികുതി പിൻവലിക്കണമെന്ന ആവശ്യം ഓൾ കേരള സ്ക്രാപ്പ് ഡീലേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ കൺവെൻഷൻ നടന്നു. ഓൾ കേരള സ്ക്രാപ്പ് ഡീലേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ കൺവെൻഷൻ വ്യാപാര ഭവനിൽ വെച്ചായിരുന്നു നടന്നത്. പാഴ്വസ്തുക്കൾക്ക് ഏർപ്പെടുത്തിയ നികുതി പിൻവലിക്കണമെന്ന കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ടെക്നിക്കൽ കൺസൾട്ടന്റ് ഭരത് ബാബു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ കാസർഗോഡ് ജില്ലയെ നിങ്ങൾ പ്രതികരിച്ച് പറയാം. ഈ ഒരു കാസർഗോഡ് ജില്ലയെ പൂർണ്ണമായി മാലിന്യമുക്തമാക്കുന്നതിന്റെ പ്രധാന പങ്ക് വഹിക്കുന്നത് നിങ്ങളെ പോലുള്ള സാധാരണക്കാരാണ്. അത് സത്യം പറഞ്ഞാൽ ഇന്നേ വരെ ആർക്കും മനസ്സിലായിട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ സർക്കാരും ഇനി വരുന്ന ഇപ്പോഴത്തെ ഒരു നമ്മുടെ സമൂഹവും അത് അംഗീകരിക്കാൻ പോവുകയാണ്. അതിന്റെ യഥാർത്ഥ ഉദാഹരണം എന്ന് പറയുന്നത് ഈ ഒരു നമ്മുടെ ഈ സ്ക്രാപ്പ് ഡീലർ രജിസ്ട്രേഷൻ അഥവാ ഈ പറയുന്ന പാഴ്വസ്തു വ്യാപാരികളുടെയും അഥവാ വ്യക്തികളുടെയും ഈ ഒരു രജിസ്ട്രേഷൻ കൊണ്ട് നമ്മുടെ സർക്കാരും ശുചിത്വ മിഷനും എല്ലാവരും ഉദ്ദേശിക്കുന്നതിന്റെ യഥാർത്ഥ ഒരു അതിൻ്റെതായ കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് ഈ ഒരു രജിസ്ട്രേഷൻ ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത്. കാരണം നിങ്ങൾ ഇപ്പൊ നമ്മുടെ എന്റെ സുഹൃത്ത് ഹനീഫ പറഞ്ഞത് വളരെ ശരിയാണ്. കണ്ണൻ കാലിക്കടവ് അധ്യക്ഷനായി. ഹനീഫ ബേവിഞ്ച, മുനീർ നീലേശ്വരം, സിറാജുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ബോധവൽക്കരണ ക്ലാസും നടന്നു. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട്ട് ശില്പശാല സംഘടിപ്പിച്ചു. ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ശില്പശാല നടന്നത്. ജില്ലാതല ശില്പശാല കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടന്നത്. നഗരസഭാ ചെയർമാൻ VV രമേശൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് വരാൻ വർഷത്തോടെ നമ്മുടെ അധ്യാപകന്മാരും മറ്റു ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെ ഈ വിഷയങ്ങൾ സംസാരിക്കും.
ഏതായാലും കേരളത്തിൽ പൊതുവെ ആളുകളെല്ലാം വലിയ സന്തോഷത്തിലാണ്. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വലിയൊരു പ്രതീക്ഷ കേരളം കാണുകയാണ്. അതിലേറ്റവും പ്രധാനമാണ് വിദ്യാഭ്യാസം. ജില്ലാ പ്രസിഡന്റ് മോഹനൻ അധ്യക്ഷനായി. സംസ്ഥാന നിർവാഹക സമിതി അംഗം കെ രാഘവൻ, പി കെ ജയരാജ്, DDE മഹാലിംഗേശ്വര രാജ്, ഡോക്ടർ PV കൃഷ്ണകുമാർ, കെ രവിവർമ്മൻ, KP പ്രകാശ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന പൊതുചർച്ചയിൽ P ദിലീപ് കുമാർ, AK സദാനന്ദ, C ശാന്തകുമാരി, AR വിജയകുമാർ, KG ഗീതാകുമാരി, K സുജാത, P രവീന്ദ്രൻ, P ബാബുരാജ്, NK ലസിത, TV ഗംഗാധരൻ, A പവിത്രൻ, K ഹരിദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായുള്ള ദേശീയ സംഘടനയായ സമദൃഷ്ടി ക്ഷമതാ വികാസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. നേത്രദാന പക്ഷാചരണത്തിന്റെ ഭാഗമായാണ് കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായുള്ള ദേശീയ സംഘടനയായ സമദൃഷ്ടി ക്ഷമതാ വികാസ് മണ്ഡൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. വിവിധ ക്ലബ്ബുകളുടെയും അഹല്യ ഫൗണ്ടേഷന്റെയും സഹകരണത്തോടെ നടത്തിയ കൂട്ടയോട്ടം CI സുനിൽകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. അങ്ങേയറ്റം ആത്മാർത്ഥതയോടെ നിറഞ്ഞ വെല്ലുവിളികളോടെ ശക്തമായ രീതിയിൽ ഭാരതം മുഴുവൻ പ്രവർത്തിക്കുന്ന ഒരു ദേശീയ സംഘടനയാണ് സക്ഷമ അഥവാ സമദൃഷ്ടി ക്ഷമതാ വികാസ് ഏവം അനുസന്ധാൻ മണ്ഡലം. ഈ സംഘടനയുടെ നേതൃത്വത്തിൽ ഈ 2016 മുതൽ 2020 വരെയുള്ള കാലഘട്ടം കൊണ്ട് കോർണിയ അന്ധത മുക്ത ഭാരത് എന്ന ഒരു ലക്ഷ്യം സംഘടന മുന്നോട്ട് വെച്ചിരിക്കുന്നു. കാമ്പ എന്ന ചുരുക്കപ്പേരിൽ കോർണിയ അന്ധത മുക്ത ഭാരത് അഭിയാൻ എന്ന പേര് നൽകിക്കൊണ്ട് കോർണിയ ബ്ലൈൻഡ്നസ് ഫ്രീ ഇന്ത്യ മൂവ്മെന്റ് എന്ന ഈ കാൽവെപ്പ് ഭാരതത്തിന്റെ മുഴുവൻ സംസ്ഥാനങ്ങളിലും സക്ഷമയുടെ നേതൃത്വത്തിലും അതുപോലുള്ള സമാന പ്രവർത്തനം ചെയ്യുന്ന ഹോസ്പിറ്റലുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും വ്യക്തികളുടെയൊക്കെ നേതൃത്വത്തിൽ സംയുക്തമായി ഇത്തരത്തിലുള്ള പ്രവർത്തനവും പരിപാടികളും നടന്നു വരുന്നത്. സക്ഷമ ജില്ലാ പ്രസിഡന്റ് ജനാർദ്ദനൻ വെള്ളിക്കോത്ത് അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി P സുഭാഷ്, ഡോക്ടർ മനോഹർ, ജില്ലാ സെക്രട്ടറി വേണു തുടങ്ങിയവർ സംസാരിച്ചു. കുന്നുമലിൽ നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം പുതിയകോട്ട മാന്തോപ്പ് മൈതാനിയിൽ സമാപിച്ചു. അജാനൂർ പഞ്ചായത്തിലെ 1-ാം വാർഡ് ആശ്രയ കുടുംബശ്രീ ഒരുക്കിയ പൊലിവ് കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. അജാനൂർ പഞ്ചായത്തിലെ 1-ാം വാർഡിലെ ആശ്രയ കുടുംബശ്രീ അംഗങ്ങളും 1-ാം വാർഡിലെ മറ്റു കുടുംബശ്രീ അംഗങ്ങളും ചേർന്നാണ് 15 സെന്റ് സ്ഥലത്ത് കൃഷി ഇറക്കിയത്. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് P ദാമോദരൻ വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പൊലിവ് പദ്ധതിയുടെ ഭാഗമായിട്ട് 1-ാം വാർഡിൽ ഉൽപാദനം നടത്തിയ പച്ചക്കൃഷി ഇതിൻ്റെ വിപണനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഇവിടുത്തെ പച്ചക്കറി പിന്നെ ഇതുവഴി ആശ്രയ കുടുംബശ്രീയുടെ പച്ചക്കറിയാണ് ഇവിടെ നമ്മളിപ്പോൾ പറിച്ചെടുക്കാൻ വേണ്ടി മുമ്പോട്ട് വന്നത്. നമുക്കറിയാം ഈ പ്രദേശത്ത് കുന്നമങ്ങാനം തണ്ണോട്ട് കളിയങ്ങാനം പ്രദേശത്തുള്ള സ്വാശ്രയ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്തിയ പച്ചക്കൃഷിയുടെ ഇതാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. CDS ചെയർപേഴ്സൺ K സുജാത, CDS മെമ്പർ പുഷ്പ, ശാന്ത, ശ്രീജ, പ്രീജ, ശ്യാമള, മീനാക്ഷി തുടങ്ങിയവർ സംബന്ധിച്ചു. തക്കാളി, വെണ്ട, വഴുതിന, ചോളം, മത്തൻ, പടവലം എന്നിവയാണ് സ്ത്രീകളുടെ കരുത്തിൽ വിളഞ്ഞത്. ഓണത്തിനു മുമ്പ് പച്ചക്കറി വിളവെടുപ്പ് നടത്താനായതിന്റെ ആഹ്ലാദത്തിലാണ് രാവണേശ്വരം മാക്കിയിലെ കുടുംബശ്രീ പ്രവർത്തകർ. പൊലിവ് പദ്ധതിയുടെ ഭാഗമായാണ് കൃഷി ഇറക്കിയത്.
രാവണേശ്വരം മാക്കിയിലെ അനശ്വര, ഐശ്വര്യ, കസ്തൂർബ കുടുംബശ്രീകൾ ഒത്തുചേർന്നാണ് പച്ചക്കറി കൃഷി ഇറക്കിയത്. ഓണത്തിനു മുമ്പ് പച്ചക്കറി കൃഷി വിളവെടുക്കാനായതിന്റെ ആഹ്ലാദത്തിലാണ് കുടുംബശ്രീ പ്രവർത്തകർ. തികച്ചും ജൈവരീതിയിലായിരുന്നു കൃഷി. ചീര, കക്കരി, വെള്ളരി, വെണ്ട, പയർ തുടങ്ങിയ ഇനങ്ങളെല്ലാം പച്ചക്കറി കൃഷിയായി ഇറക്കിയിരുന്നു. തുടർന്നുള്ള മാസങ്ങളിലും പച്ചക്കറി കൃഷി തുടർന്നുകൊണ്ടുപോകാനാണ് വീട്ടമ്മമാരുടെ തീരുമാനം. ഐശ്വര്യ ബി കുടുംബശ്രീയാണ് ഈ പച്ചക്കറി നട്ടത്. ഇതിന് വേണ്ടുന്ന ജൈവ വളത്തിനെ പറ്റിയിട്ടും കാമരാജൻ പറഞ്ഞു തന്നിരുന്നു. പിന്നെ ഇതിന് ചാണും വെള്ളമെല്ലാം അവൻ്റെ വീട്ടിൽ നിന്നാണ് കൊണ്ടുവന്നത്. അതിന് വേണ്ടുന്ന എല്ലാവരും ഒത്തുചേർന്നിട്ടാണ് നമ്മ ഇത് നടത്തിയത്. നമ്മ 20 കുടുംബശ്രീയിലെ അംഗങ്ങൾ കൂടി 50 സെന്റ് നട്ടു. കിഴങ്ങ്, വെണ്ട, പയറ്. വിഷരഹിതമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുകയാണ് കുടുംബശ്രീ പ്രവർത്തകർ ലക്ഷ്യമിടുന്നത്. വിളവെടുപ്പ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കരുണാകരൻ കുന്നത്ത് ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാരിന്റെ പച്ചക്കറിയിൽ കേരളത്തിൽ സ്വയം പര്യാപ്തത നേടുന്നതിന് വേണ്ടി ഏർപ്പെടുത്തിയ ഒലിവ് പദ്ധതി പ്രകാരം രാവണീശ്വരത്തെ കുടുംബശ്രീകാരുടെ ഈ സദ്യോദ്യമത്തിന് ഇവർ എല്ലാ പണികളും സ്വയം ചെയ്ത് വളവും ജൈവവളങ്ങളൊക്കെ തലയിലൊക്കെ ചുമന്നു വന്ന് ഇത്തരത്തിൽ കൃഷി ചെയ്യാൻ കാണിച്ച താല്പര്യത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ADS അംഗങ്ങളായ രജിത, രമണി തുടങ്ങിയവർ സംസാരിച്ചു. പച്ചക്കറി വിൽപ്പനയിലൂടെ അല്ലലില്ലാതെ ഓണം ആഘോഷിക്കാനായതിന്റെ ആഹ്ലാദമാണ് കുടുംബശ്രീ പ്രവർത്തകർ പങ്കിടുന്നത്. അതേസമയം കാട്ടുപന്നികൾ കൂട്ടമായെത്തുന്നത് പച്ചക്കറി കൃഷിയുടെ നാശത്തിനും ഇടയാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. 36 വർഷത്തിനു ശേഷം ഒരു വട്ടം കൂടി അവർ ഒത്തുകൂടി. പുതിയകണ്ടം ഗവൺമെന്റ് UP സ്കൂളിലെ 1980-84 ബാച്ചാണ് 3 വ്യാഴവട്ടക്കാലത്തിന് ശേഷം ഒത്തുകൂടിയത്. പുതിയകണ്ടം ഗവൺമെന്റ് UP സ്കൂളിലെ 1980-84 LP ബാച്ചാണ് 36 വർഷത്തിനു ശേഷം ഒരു വട്ടം കൂടി ഒത്തുകൂടിയത്. സ്കൂളിലേക്കായി സമ്മാനവുമായാണ് അവർ 36 വർഷത്തിനു ശേഷം സ്കൂളിലേക്ക് എത്തിയത്. ചടങ്ങിൽ വിജയൻ മാസ്റ്റർ അധ്യക്ഷനായി. 1980-84 വർഷത്തിലെ അധ്യാപികമാരായ ലീല, കാർത്യായനി, ദേവി, മനോഹരൻ, ബാലാമണിയമ്മ തുടങ്ങിയവർ ഭദ്രദീപം തെളിയിച്ചു. നാലപ്പാടം കമലാക്ഷൻ, പ്രസാദ്, വത്സല, മോഹനൻ, നീത, പ്രകാശൻ, ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ പൂർവ്വഗുരുക്കന്മാരെ ആദരിച്ചു. 36 വർഷത്തിനു ശേഷം കൂട്ടുകാരെ കണ്ടു മടങ്ങുമ്പോൾ പലരുടെയും കണ്ണുകൾ ഈറനണിഞ്ഞു. അവധി ദിനത്തിൽ ഓണാഘോഷമൊരുക്കി പെരിയ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാർ മാതൃകയായി. വിനായക ചതുർത്ഥി ദിനമായ തിങ്കളാഴ്ചയാണ് പെരിയ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കാത്ത രീതിയിലായിരുന്നു ഓണാഘോഷ പരിപാടികൾ ഒരുക്കിയത്. പൂക്കളം ഒരുക്കിയും കലാകായിക പരിപാടികൾ സംഘടിപ്പിച്ചും ജീവനക്കാർ ഒരുമയുടെ ആഘോഷത്തിൽ പങ്കുചേർന്നു.
ജീവനക്കാർക്കൊപ്പം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള രോഗികൾക്കും അവരുടെ സഹായികൾക്കും ഓണസദ്യ നൽകി. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീജിത്ത് കൃഷ്ണൻ, ഹെൽത്ത് സൂപ്പർവൈസർ രാജൻ, ഹെഡ് ക്ലർക്ക് സോമരാജൻ, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അശോകൻ, കുഞ്ഞികൃഷ്ണൻ, സ്റ്റാഫ് സെക്രട്ടറി മുരളീധരൻ, പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗൗരി തുടങ്ങിയവർ നേതൃത്വം നൽകി. വാർത്തകൾ തുടരുന്നു. കൊളവയലിൽ പ്രവാസി കൂട്ടായ്മയായ കനിവിന്റെ നേതൃത്വത്തിൽ അനുമോദന യോഗവും പൊതുസമ്മേളനവും നടന്നു. കൊളവയലിലാണ് ചടങ്ങ് നടന്നത്. കൊളവയലിലെ പ്രവാസി കൂട്ടായ്മയായ കനിവിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ക്ഷേമത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്നതിന് വേണ്ടി, അതായത് വർഷങ്ങളോളം 20, 25, 30 വർഷക്കാലം ഗൾഫ് നാടുകൾ കഴിഞ്ഞുകൂടി തിരിച്ചു വന്നതിന് ശേഷവും ഇപ്പോഴും ഈ രാജ്യത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് വളരെ അധികം സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ പ്രവാസികളുടെ കാര്യത്തിൽ മാറി മാറി വന്നൊരു ഭരണകൂടങ്ങളോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഔദ്യോഗിക സംഘടനകളോ ഒന്നും തന്നെ അവർക്ക് വേണ്ടത്ര പരിഗണന കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രവാസികളായ ജനങ്ങളുടെ നൊമ്പരങ്ങൾ പരസ്പരം പങ്കുവെക്കാനും അവരുടെ സാമൂഹ്യ ക്ഷേമത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള പരിപാടികൾ ആവിഷ്കരിക്കുകയും ചെയ്യുക എന്നുള്ള ചിന്തയിൽ നിന്നാണ് കനിവിന്റെ രൂപം കൊടുത്തത്. കൊളവയലിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ക്യാഷ് അവാർഡ് വിതരണം ചെയ്തു. സുറൂർ മൊയ്തു ഹാജി അധ്യക്ഷനായി. ബഷീർ വള്ളിക്കോത്ത്, ഇമാം അബ്ദുൾ ഷുക്കൂർ ഫൈസി, സി മുഹമ്മദ് കുഞ്ഞി പാലക്കി, സി കുഞ്ഞാമിന, PH അയൂബ് തുടങ്ങിയവർ സംസാരിച്ചു. സത്യസേവാ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന നേതൃത്വ പരിശീലന പരിപാടിക്ക് കാഞ്ഞങ്ങാട്ട് സമാപനമായി. സത്യസേവാ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ഭാരതത്തിലുടനീളം എല്ലാ ജില്ലകളിലും നേതൃത്വ പരിശീലന പരിപാടി നടത്തിവരുന്നു. നേതൃത്വ പരിശീലന പരിപാടി സായി കോളേജ് ഓഫ് പാരാമെഡിക്കൽസിലാണ് നടന്നത്. MS പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ അദ്ദേഹത്തെ നമ്മുടെ റോൾ മോഡൽ അല്ലെങ്കിൽ ലീഡർ എന്ന് വിളിക്കാവുന്നതാണ്. സോ അങ്ങനെയുള്ള സഹായങ്ങൾ നമ്മൾ ഏതൊരാളാണ് ഓരോ വ്യക്തിക്കും എപ്പോൾ വേണമെങ്കിലും ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ട്. ആ സമയത്ത് നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. നമ്മൾക്ക് ഒരാളെ സഹായിക്കുകയാണെങ്കിൽ, ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഒരാളെ സഹായിക്കാൻ പറ്റുവാണെങ്കിൽ അതിനകത്ത് നമ്മുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി, ഇൻബോൺ ലീഡർഷിപ്പ് ക്വാളിറ്റി നമുക്ക് പ്രത്യക്ഷത്തിൽ പ്രകടമാവുകയും അദ്ദേഹത്തിന് നമ്മളോട് ഒരു കമ്മിറ്റ്മെന്റ് വരികയും അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് പോവുകയാണ് ഉണ്ടാവുന്നത്. അപ്പം ഏറ്റവും ബെസ്റ്റ് വേ ഓഫ് എക്വയറിംഗ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒന്ന് കാരണം വെച്ചാൽ നമ്മൾ നമ്മുടെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞു. മുൻ SN പോളിടെക്നിക് പ്രിൻസിപ്പൽ പ്രൊഫസർ ഭരതൻ അധ്യക്ഷനായി. K നാരായണൻ നായർ, KP ശ്രീകുമാരൻ നായർ, ജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. രാവണേശ്വരം അഴീക്കോടൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് കെട്ടിടം ഉദ്ഘാടനത്തിനൊരുങ്ങി. സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. CPIM മാക്കി ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിനും അഴീക്കോടൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനുമായിട്ടാണ് കെട്ടിടം നിർമ്മിച്ചത്. 2017 ജനുവരിയിൽ ഉദ്ഘാടനം നടത്താനാണ് തീരുമാനം. സംഘാടക സമിതി യോഗം CPIM നേതാവ് AK നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും പ്രശംസനീയമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന ഒരു കലാസാംസ്കാരിക സംഘടന. അതിന്റെ വാർഷികാഘോഷം നമ്മുടെ ഈ പ്രദേശത്ത് അപാരബന്ധം ജനങ്ങളുടെ സഹായത്തോടെ സഹകരണത്തോടെ അവരുടെ പിന്തുണയോടെ നമുക്ക് അതിഗംഭീരമായി നടത്താൻ സാധിക്കും. അഴീക്കോടിന്റെ പേര് അദ്ദേഹത്തെ സ്മരിക്കുക എന്നത് PC ദാമോദരൻ മാസ്റ്റർ അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് P ദാമോദരൻ, CPM ലോക്കൽ സെക്രട്ടറി M ബാലകൃഷ്ണൻ, ഡോക്ടർ അശോകൻ മാസ്റ്റർ, B ബാലകൃഷ്ണൻ, K രാജേന്ദ്രൻ, O മോഹനൻ, K സബീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്ക് ആറങ്ങാടി ശാഖയുടെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് വിതരണം ചെയ്തു. ഏകദേശം 17ഓളം സാധനങ്ങളടങ്ങിയ ഓണക്കിറ്റാണ് വിതരണം ചെയ്യുന്നത്. ഡയറക്ടർ PK ഇബ്രാഹിം അധ്യക്ഷനായി. A കൃഷ്ണൻ, NK രത്നാകരൻ, പ്രവീൺ തോയമ്മൽ, അരവിന്ദൻ, CH സുബൈദ, K വീണ, പ്രസന്ന, പ്രദീപൻ തുടങ്ങിയവർ സംസാരിച്ചു. സത്യസായി ഓർഫനേജ് ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടന്നു. ഇരിയ കാട്ടുമാടം സത്യസായി ഗ്രാമത്തിൽ വെച്ചായിരുന്നു ക്യാമ്പ് നടന്നത്.
സത്യസായി ഓർഫനേജ് ട്രസ്റ്റിന്റെയും കാസർഗോഡ് ജില്ലയിൽ സ്ഥാപിക്കുന്ന സൗജന്യ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടന്നത്. എൻഡോസൾഫാൻ രോഗികൾക്കും മറ്റു നിർധനരായ രോഗികൾക്കും സൗജന്യ മരുന്നുൾപ്പെടെയുള്ള ചികിത്സാ പദ്ധതിയുടെ ഭാഗമായുള്ള 4ാമത്തെ മെഡിക്കൽ ക്യാമ്പാണ് ഇരിയയിൽ നടന്നത്. ADM അംബുജാക്ഷൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ദാമോദരൻ ആർക്കിടെക്ട് അധ്യക്ഷനായി. അഡ്വക്കേറ്റ് മധുസൂദനൻ, വൈദ്യരത്നം മാത്തുക്കുട്ടി വൈദ്യർ, ഡോക്ടർ ലിമാമോൾ മാത്യു, സതീശൻ വെള്ളച്ചാൽ, KV ഗോപാലൻ, അഡ്വക്കേറ്റ് ബാബുരാജ്, ഗോപി, ഭാസ്കരൻ MK, സൂര്യനാരായണ ഭട്ട്, R രതീഷ്, രാധാകൃഷ്ണൻ, ജോർജ്, അഗസ്റ്റിൻ ജേക്കബ്, അബ്രഹാം, രഘു, KNK നമ്പ്യാർ തുടങ്ങിയവർ സംസാരിച്ചു. ഹോസ്ദുർഗ് രാജരാജേശ്വരി സിദ്ധി ഗണേശ ക്ഷേത്രത്തിലെ 3 ദിവസങ്ങളിലായി നടന്ന ഗണേശോത്സവത്തിന് സമാപനം. സത്യനാരായണ പൂജ ഭക്തിയുടെ നിറവിൽ നടന്നു. രാജരാജേശ്വരി സിദ്ധി ഗണേശ ക്ഷേത്രത്തിലെ ഗണേശോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. സത്യനാരായണ പൂജ ഭക്തിയുടെ നിറവിൽ നടന്നു. ഗണേശോത്സവം ദർശിക്കാൻ 100കണക്കിന് ആളുകൾ ക്ഷേത്രത്തിലെത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CITU ജില്ലാ സമ്മേളനം 19, 20 തീയതികളിലായി കാസർകോട്ട് നടക്കും. സമ്മേളനത്തിന് മുന്നോടിയായി കാഞ്ഞങ്ങാട്ട് സെമിനാർ സംഘടിപ്പിച്ചു. ഇടതുമുന്നണി സർക്കാരിന്റെ തെറ്റായ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ യുവമോർച്ചയുടെ വേറിട്ട പ്രതിഷേധം. കളക്ടറേറ്റ് പടിക്കൽ പ്രതിഷേധ പൂക്കളമിട്ടു. BJP ദേശീയ കൌൺസിൽ സമ്മേളനം 23 മുതൽ 25 വരെ തീയതികളിലായി കോഴിക്കോട് വെച്ച് നടക്കും. സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗൃഹസമ്പർക്കം തുടങ്ങി. KSTA ശില്പശാല കാഞ്ഞങ്ങാട്ട് സമാപിച്ചു. ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ശില്പശാല സംഘടിപ്പിച്ചത്. പാഴ്വസ്തുക്കൾക്ക് ഏർപ്പെടുത്തിയ നികുതി പിൻവലിക്കണം. ഓൾ കേരള സ്ക്രാപ്പ് ഡീലേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ കൺവെൻഷൻ സമാപിച്ചു. ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായി കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. സമദൃഷ്ടി ക്ഷമതാ വികാസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി നടന്നത്. ജില്ലയിൽ തീവണ്ടികൾക്കു നേരെയുള്ള അക്രമങ്ങൾ തുടർക്കഥയാവുന്നു. ബേക്കലിൽ വീണ്ടും തീവണ്ടികൾക്ക് നേരെ കല്ലേറ്. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.